മലയോര മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വലയുന്നത് സാധാരണ ജനവിഭാഗങ്ങളാണ്. പകൽ സമയത്ത് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത തരത്തിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ അരങ്ങുവാഴുകയാണ്. കാട്ടുപന്നികളും കാട്ടാനകളും നാശം വിതയ്ക്കുന്നതിനിടയിലാണ് കടുവയും പുലിയും ജനവാസ മേഖലയിലെത്തി ഭീതി പരത്തുന്നത്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ ഉൾപ്പെടെ കാട്ടാനകൾ മനുഷ്യരുടെ ഉറക്കം കെടുത്തുകയാണ്. കാർഷിക വിളകൾ കൂട്ടത്തോടെ നശിപ്പിക്കുമ്പോൾ നെഞ്ചുപിടയുന്നത് കർഷകർക്കാണ്. ആറളം കാർഷിക ഫാമിലും പുനരധിവാസ മേഖലയിലും 50-ലധികം കാട്ടാനകൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. കാട്ടുപന്നികളുടെ എണ്ണം എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം പെരുകുന്നു. പുനരധിവാസ മേഖലയിൽ മാത്രം കാട്ടാന ആക്രമണത്തിൽ 17 ജീവനുകൾ ഇതിനകം പൊലിഞ്ഞു. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരു ജീവനും മാനിന്റെ ആക്രമണത്തിൽ മറ്റൊരു ജീവനും ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണവും ചികിത്സ നടത്തിയവരുടെ എണ്ണവും തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലാണ്. ആറളം പുനരധിവാസ മേഖലയിലും കാർഷിക ഫാമിലും തമ്പടിക്കുന്ന കാട്ടാനകൾ മലയോര മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭീതി പരത്തുകയാണ്. പകൽ സമയത്ത് പോലും ഇവറ്റകൾ ജനവാസ മേഖലയിലെത്തുന്നു. ആറളം കാർഷിക ഫാമിൽ തൊഴിലെടുക്കുന്നതിനിടെ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ വൈഷ്ണവ് എന്ന 26-കാരൻ ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിലാണ്. എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ 1.5 വർഷത്തോളമായി ഈ യുവാവ് ചികിത്സയിൽ തുടരുന്നു. ആറളം കാർഷിക ഫാമിൽ ടാപ്പിംഗ് ജോലിക്കായി എത്തിയ അച്ഛനെയും മകനെയും കഴിഞ്ഞ ദിവസമാണ് കാട്ടുപന്നി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ മറ്റ് താമസക്കാരായ 2 വനിതകൾ പുഴയിൽ കുളിക്കാൻ പോയ സമയത്താണ് കാട്ടാനയുടെ മുൻപിൽപ്പെട്ടതും ഓടിമാറുന്നതിനിടെ വീണ് ഗുരുതരമായി പരിക്കേറ്റതും. പായം പഞ്ചായത്തിലെ വട്ട്യറ കരിയാൽ മേഖലയിൽ കാട്ടാനകൾ 1.5 ദിവസമാണ് ഭീതി പരത്തി മേഖലയിൽ നിലയുറപ്പിച്ചത്. മുഴക്കുന്ന് പഞ്ചായത്തിലെ കാക്കയങ്ങാട് ജനങ്ങളെ മുൾമുനയിൽ നിർത്തിയത് പുലിയാണ്. പുലിയെ പിടികൂടിയതോടെ ഭീതി ഒഴിഞ്ഞുവെന്ന് പറയാനും ആകില്ല. കാടുവിട്ട് വന്യമൃഗങ്ങൾ നാട്ടിൽ സ്വൈര്യവിഹാരം നടത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇതുവരെ ആരും പഠനം നടത്തിയിട്ടില്ല. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ കാട്ടാനകളെ പ്രതിരോധിക്കുന്നതിനായി ആനമതിൽ നിർമ്മിക്കുന്നതിനായി 53 കോടി രൂപ വകയിരുത്തുകയും ടെൻഡർ നൽകുകയും ചെയ്തിട്ട് 3 വർഷം തികയാറാകുന്നു. ആനമതിൽ നിർമ്മാണ വേളയിൽ 1.5 വർഷം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കും എന്ന് മന്ത്രിമാർ തന്നെ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഉറപ്പുകളൊന്നും ഇവിടെ പ്രാവർത്തികമായില്ല. ആകെ 10.5 കിലോമീറ്റർ ആനമതിൽ നിർമ്മിക്കേണ്ടിടത്ത് 1.5 കിലോമീറ്റർ മതിൽ മാത്രമാണ് പൂർത്തിയായി എന്ന് പറയാൻ കഴിയുക. പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി 2 മാസം മുൻപ് ആറളം ഫാം സന്ദർശിച്ചപ്പോഴും ആനമതിൽ നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും നിർമ്മാണം ഇഴഞ്ഞു തന്നെ നീങ്ങുകയാണ്. എത്രയും വേഗം ആനമതിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ആറളം കാർഷിക ഫാമിലും പുനരധിവാസ മേഖലയിലും തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തി മലയോര മേഖലയിലെ സാധാരണ ജനങ്ങളെയും കർഷകരെയും സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ്. കാട്ടാനയും കാട്ടുപന്നിയും കടുവയും പുലിയും അരങ്ങുവാഴുകയാണ്. ഇവിടെ ദുരിതമനുഭവിക്കുന്നതാവട്ടെ പാവപ്പെട്ട മനുഷ്യരും. കാട്ടുമൃഗങ്ങളുടെ അക്രമത്താൽ മരണമടഞ്ഞവരുടെ എണ്ണം ഈ മേഖലയിൽ 17 അതോടൊപ്പം തന്നെ കാട്ടാനയുടെ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയില്ല. ആറളം കാർഷിക ഫാമിൽ ഉൾപ്പെടെ തമ്പടിക്കുന്ന കാട്ടാനകളാണ് മലയോര മേഖലയിലെ വിവിധ മേഖലയിൽ പകൽ സമയങ്ങളിൽ പോലും ഭീതി പരത്തുന്നത്. പായം പഞ്ചായത്തിലെ വട്ട്യറ കരിയാൽ മേഖലയിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി വലിയ ഭീതിയാണ് ഉയർത്തിയത്. 1.5 ദിവസം മുൾമുനയിൽ നിർത്തിയാണ് കാട്ടാനയെ വീണ്ടും ആറളം ഫാമിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പായിച്ചത്. അതിന് തൊട്ടടുത്ത ദിവസമാണ് മുഴക്കുന്ന് പഞ്ചായത്തിലെ കാക്കയങ്ങാടിൽ പുലി പിടിയിലായത്. കാട്ടുപന്നിയുടെ അക്രമത്തിൽ പരിക്കേറ്റവരുടെ എണ്ണവും നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല. ആനമതിൽ എന്ന സങ്കല്പം ഇവിടെ കുറേ നാളുകളായി പറഞ്ഞു കേൾക്കുന്നു. പണി തുടങ്ങി 1.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ ആനമതിൽ ഇതുവരെ പൂർത്തിയായില്ല. വന്യമൃഗങ്ങളെ ആറളം കാർഷിക ഫാമിലും ആദിവാസി പുനരധിവാസ മേഖലയും തമ്പടിക്കാൻ അവസരം കൊടുക്കുകയാണ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. അവർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും കാട്ടുമൃഗങ്ങൾ കാട്ടിലേക്ക് പോകുന്നില്ല, ജനവാസ മേഖലയിലേക്കാണ് പോകുന്നത്. മനുഷ്യരാവട്ടെ രാവും പകലും ഉറക്കമിളച്ചിരുന്ന് അവൻ വിഷമം ആരോട് പറയണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്തു ചെയ്യാം? മനുഷ്യരെ സംരക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ടോ എന്നാണ് പാവപ്പെട്ട കർഷകരും മനുഷ്യരും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമം കാടിനകത്തുണ്ടെങ്കിലും
അത് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നും പാവപ്പെട്ട ജനങ്ങൾ കരുതുന്നു. അതുകൊണ്ട് അവരെ തെറ്റു പറയാനാവില്ല. എത്രയും പെട്ടെന്ന് കാട്ടാന മതിൽ പൂർത്തീകരിച്ച്, ആന പ്രതിരോധ മതിൽ പൂർത്തീകരിച്ച് കാട്ടാനകളെയും വന്യമൃഗങ്ങളെയും കാട്ടിലേക്ക് പുനർവിന്യസിക്കാനുള്ള നടപടി വനം വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാവണം. അവയ്ക്കവിടെ തീറ്റവും വെള്ളവും നൽകി അവയെ സംരക്ഷിക്കാനും വനം വകുപ്പ് തയ്യാറാകണമെന്നും മനുഷ്യർ പറഞ്ഞാൽ അവരെ തെറ്റു പറയാനാവില്ല. ആർളം ഫാമിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്. അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്. വുഡ്മാർട്ട്. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, വാർഡ്രോബ് ആൻഡ് കോട്ട്, ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. വുഡ്മാർട്ട്, എഡു റോഡ്, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ.